എല്ലാവർക്കും അവിയലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വളരെ സ്വാദിഷ്ടമായ ഒരു നാടൻ ബീഫ് ഫ്രൈ ആണ്. റെസ്റ്റോറന്റ് സ്റ്റൈലിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാടൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ല നെയ്യുള്ള ബീഫാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത്. ഇനി വേണ്ടത് 2 ചെറിയ സവോള നൈസായി അരിഞ്ഞത്, 8 ചെറിയുള്ളി അരിഞ്ഞത്, 12 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു വലിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ തേങ്ങാക്കൊത്ത് നീളത്തിൽ അരിഞ്ഞത് ആവശ്യത്തിന്, ധാരാളം കറിവേപ്പില. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒരു 2 ടീസ്പൂൺ നമ്മൾ ഇറച്ചി വേവിക്കാൻ നേരത്തെ ഇടും. പിന്നെ ബീഫ് ഫ്രൈ ആക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇടുക. പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുക. അതുപോലെ വെളിച്ചെണ്ണ. ബീഫ് നന്നായി കഴുകി നുറുക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു കുക്കറിനകത്തേക്ക് മാറ്റാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുക. ഇനി കറിവേപ്പില. ഇതെല്ലാം കൂടെ നന്നായി തിരുമ്മി ബീഫിലേക്ക് പിടിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. ഇതിലേക്ക് സവോളയോ ഉള്ളിയോ ഒന്നും നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അത് പിന്നെ ഫ്രൈ ചെയ്താണ് ചേർ. ഇനി നമുക്ക് കുക്കർ അടച്ച് ബീഫ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 വിസിലാണ് അടുപ്പിക്കുന്നത്. ഓരോ നാട്ടിലും കിട്ടുന്ന ഇറച്ചിയുടെ വേവും അതുപോലെ തന്നെ കുക്കറിൻ്റെ സൈസും കുക്കറിൻ്റെ ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിവിടെ 1 വിസിലേ അടുപ്പിക്കാറുള്ളൂ. അതുപോലെ ഇതിനകത്തേക്ക് വെള്ളം ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീഫ് വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറിയുള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ കിട്ടുന്നത്. ഇനി നമുക്കിത് കോരി മാറ്റാം. അതേ പാനിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ചെറിയൊരു യെല്ലോ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സവാള ആഡ് ചെയ്യാം. ഈ സമയത്ത് ഓയിൽ പോരെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ
സമയത്ത് ഈ സവാളയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നോടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, അതിന് തൊട്ട് മുമ്പ് നമുക്ക് വാങ്ങാം. ഇപ്പൊ ചെറുതായിട്ട് സവാള വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ജിഞ്ചറും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഏതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കളർ ചേഞ്ച് ചെയ്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് നേരം കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. സവാള ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിത് കോരി മാറ്റാം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെറിയുള്ളി, ഇതിപ്പോൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ സെയിം പാനിലേക്ക് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോട് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം മുഴുവനൊന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കൂടി വേണം, അല്ലെങ്കിൽ അടി പിടിക്കും. വെള്ളം അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് ഫ്രൈ ആക്കി നോക്കാം. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് ഫ്രൈ ചെയ്യണം. ഈ സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് സവാള ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ഒരു ഹാഫ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആയി കാണും. ഇനി നമുക്ക് ബാക്കി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ബാക്കി കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. നെയ്യൊക്കെ നന്നായിട്ട് ഉരുക്കി ഇറങ്ങിയിട്ടുണ്ട്. ആ നെയ്യിൽ കിടന്ന് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം.
നന്നായിട്ട് കറിവേപ്പില കൈകൊണ്ട് ഞെരടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടി ഇനി നമുക്കൊരു സെർവിങ് ബൗളിനകത്തേക്ക് ഇത് മാറ്റാവുന്നതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.